അപ്പോൾ ഇന്നലെ നമ്മൾ അഞ്ചര ബ്ലോക്ക് പഞ്ചായത്തിലൊരു വിവരാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആർ ടി ഐയിൽ കൊടുത്ത ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് DM ചെയ്ത് ചോദിച്ചു. എന്തിനാണ് ആർ ടി ഐ കൊടുത്തത്, എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തതെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു ആർ ടി ഐക്കകത്ത് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അഞ്ചര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ എത്ര വനിതാ ഫിറ്റ്നസ് സെൻ്ററുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഓരോ വനിതാ ഫിറ്റ്നസ് സെൻ്ററുകൾക്കും വേണ്ടിയിട്ട് എത്ര രൂപ വെച്ചിട്ടാണ് വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഓരോ മെഷീൻസും ഓരോ ഫിറ്റ്നസ് സെൻ്ററുകളിലും കൊടുത്ത ഓരോ മെഷീൻസിൻ്റെ പേരും ഏത് മെഷീനാണെന്നുള്ളതും അതിൻ്റെ വിലയും ഒന്ന് സ്പെസിഫൈ ചെയ്ത് തരണം എന്നുള്ളത്. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഗുണനിലവാര പരിശോധന നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ചോദിച്ചേക്കുന്നതിനൊരു റീസൺ ഉണ്ട്. കാരണം ഈ ഒരു കിടില ഒരു പദ്ധതി സമൂഹത്തിനും വലിയൊരു മാറ്റം സൃഷ്ടിക്കേണ്ട ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്കാമുകൾ നടന്നതായിട്ടുള്ളൊരു സംശയമുണ്ട്. ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചത്. ഇത് മാത്രമല്ല, നമ്മുടെ ചോദ്യങ്ങൾ വേറെയും വിവരാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വരുന്നതിന് മുറയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം നിലവിൽ എത്ര ജിമ്മുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ജിമ്മുകൾ ഓപ്പൺ ചെയ്തല്ലോ, അതിൽ പ്രവർത്തിക്കുന്ന ജിമ്മുകൾ എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറുപടി കിട്ടാൻ കുറച്ച് സമയമെടുക്കും, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.